നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ കോൺഫറൻസ് ലീഗിൽ ആസ്റ്റൺ വില്ല ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ലില്ലി ഒഎസിയെ പരാജയപ്പെടുത്തുമ്പോൾ എമിലിയാനോ മാർട്ടീനസിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ പ്രകടനമാണ് അവർക്ക് തുണയായിട്ട് മാറിയത്. വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ വെറുപ്പിൻ്റെ ചാൻറ്റുകളും മറ്റുമായിട്ട് ലില്ലി ഒഎസിയുടെ ആരാധകർ സ്റ്റേഡിയം നിറഞ്ഞിരുന്നു. അവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കുന്ന പ്രകടനം അദ്ദേഹം നടത്തി. ഷൂട്ടൗട്ടിൽ എമിയുണ്ടോ ആ ടീമിന് വിജയം ഉറപ്പാണെന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അർജന്റീന അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്, ക്ലബ്ബുകൾ അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. 2020 നമ്മളിത് കണ്ടതാണ്. അന്ന് കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെതിരെ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ പ്രകടനം ടീമിനെ അദ്ദേഹം വിജയിപ്പിച്ചു. കോപ്പ അമേരിക്കയിൽ സെമി ഫൈനലിൽ കൊളംബിയക്കെതിരെ അദ്ദേഹം എതിരാളികളെ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്തു. തൻ്റെ ആ ടാക്ടിക്സ് ഒക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. കോപ്പയിൽ 2021 സെമി ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂട്ടൗട്ടിലെ പ്രകടനമാണ് അർജന്റീനയ്ക്ക് തുണയായത്. പിന്നെ ഫൈനലിലേക്ക് കടന്നതും കിരീടം ചൂടിയതും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതിനുശേഷം വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ നെതർലൻഡ്സിനെതിരെയുള്ള അർജന്റീനയുടെ മത്സരം. ആ മത്സരത്തിലും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എമി മാർട്ടിനസ് ആണ് അർജന്റീനയുടെ രക്ഷകനായിട്ട് മാറിയത്. കഴിഞ്ഞില്ല. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസ് ആയിരുന്നു എതിരാളികൾ. ആ ഫ്രാൻസിനെ അർജന്റീന പരാജയപ്പെടുത്തിയത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. അന്നും ഷൂട്ടൗട്ടിലെ എമി മാർട്ടിനസ് ഹീറോയായി. ഇപ്പോഴിതാ വീണ്ടും ഫ്രാൻസുകാർ അതുകൊണ്ട് തന്നെയാണ് എമി മാർട്ടിനസിനെ വെറുക്കുന്നത്. ആ ഒരു ഷൂട്ടൗട്ട് വിഷയവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചേർന്ന് ഫ്രാൻസിലൊരു പബ്ലിക് എനിമി എന്ന രൂപത്തിലാണ് ആരാധകർ അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ അദ്ദേഹം അവരെ നിശബ്ദരാക്കുന്ന കാഴ്ച ലില്ലി ഒഎസിക്കെതിരെ യുവേഫ കോൺഫറൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വീണ്ടും ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട്. അവിടെയും അദ്ദേഹം ടീമിനെ വിജയിപ്പിച്ചു കളഞ്ഞു. ചുരുക്കത്തിൽ അവസാനമായിട്ട് അദ്ദേഹം പങ്കെടുത്ത 5 പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലും അദ്ദേഹത്തിന്റെ ടീമിനെ വിജയിപ്പിക്കാൻ എമി മാർട്ടിനസിന് കഴിഞ്ഞിരിക്കുന്നു. അതെ, ഷൂട്ടൗട്ടിൽ ഒരു കിങ് ഉണ്ടെങ്കിൽ അത് എമി മാർട്ടിനസ് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.